ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാ. നമുക്ക് രാവിലെ ഉണ്ടാക്കാം, രാത്രി ഉണ്ടാക്കാം, ഇനി ലഞ്ച് ബോക്സിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം നമുക്ക് വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ഉണ്ടല്ലോ, നമ്മൾ വെള്ളമൊക്കെ കാച്ചുന്ന ജീരകം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്കൊരു 1/4 ടീസ്പൂണോളം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പോളം അരിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ ഇടിയപ്പത്തിൻ്റെ ഒക്കെ അരിപ്പൊടി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അരിപ്പൊടി ഒന്ന് മിക്സായി വന്നിട്ട് നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഒരു മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടിയുടെ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് കൈവച്ച് തൊടാൻ പറ്റുന്ന ചൂട് മാത്രമേ ഇതിനിപ്പോൾ ഉള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ പത്തിരിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കുമല്ലോ, ആ രീതിക്ക് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് ലൂസായി പോകരുത്, നല്ലൊരു കട്ടിക്ക് നല്ല ടൈറ്റായിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് നല്ല ചൂടുള്ള എണ്ണയിട്ട് പൊഴിച്ചെടുക്കാം. ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഒരു ബോളാക്കി എടുക്കുക. എന്നിട്ട് നമ്മളെ കയ്യിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ഒരുപാട് പണിയൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ചെറിയ ബോളാക്കിയിട്ടെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്പ്പത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് നൈസായിട്ടായിരിക്കുമല്ലോ ഉണ്ടാക്കിയെടുക്കാൻ. അതിലും കുറച്ച് കട്ടിക്ക് വേണം കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലോട്ട് ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് എണ്ണയിൽ ഇടുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എണ്ണയിൽ ഇട്ടതിന് ശേഷം നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഉള്ളു മാത്രമേ വേവുള്ളൂ, പുറത്ത് നല്ല കളർ മാറിയിട്ട് നമ്മൾ ആയിരിക്കും അത് നല്ലോണം വെന്തിട്ടുണ്ടാവുന്നത്. പക്ഷെ നമുക്കത് കഴിക്കുന്ന സമയത്തായിരിക്കും ഇത് മനസ്സിലാകുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഈ ഒരു സമയത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് 2 സൈഡ് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വരുന്ന സമയത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങി വരും. ആ ഒരു സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഉള്ളു വേവാതെ കിട്ടും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരതിങ്ങനെ കടിച്ച് കഴിച്ചോളും. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ ഇത് കൊടുത്താൽ മതി, കറികളൊന്നും ആവശ്യമില്ല. ഇനി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.